ഹായ് ഫ്രണ്ട്സ്, സാധാരണ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് വളരെ ടേസ്റ്റിയായി ഗ്രിൽഡ് ചിക്കൻ എങ്ങനെ പാനിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചിക്കൻ്റെ പീസിലേക്ക് പുരട്ടി കൊടുക്കാം. ഞാൻ ചിക്കൻ്റെ പീസിൽ ചെറുതായിട്ട് വരഞ്ഞിട്ടുണ്ട്. ഈ മസാലകളെല്ലാം ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ 2 തൈ പീസ് എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 400 ഗ്രാമൊക്കെ ഉണ്ടാവും. ബ്രസ്റ്റ് പീസാണ് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പുരട്ടിയതിന് ശേഷം 1 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. മീഡിയത്തിനേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ ഫ്ലെയിമിൽ വയ്ക്കണം. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. വേറെ ഓയിലൊന്നും ഉപയോഗിക്കരുത്, ഗ്രില്ല് ചെയ്യുന്നതല്ലേ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കാം. പാത്രത്തിൽ എക്സസ് ആയിട്ടുണ്ടായിരുന്ന ആ മസാലയോടെ അതിൻ്റെ പുറത്തേക്ക് തേക്കുന്നുണ്ട്. ചിക്കൻ ഗ്രില്ലായി വരുന്ന സമയം കൊണ്ട് വെജിറ്റബിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് തിക്നെസ്സോടുകൂടി തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഒരുപാട് തിന്നായി പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഒരു റെഡ് കളറിലെ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. ആ വെള്ള പോർഷനെല്ലാം റിമൂവ് ചെയ്ത് മാറ്റാം. നീളത്തിലുള്ള പീസായി കട്ട് ചെയ്തെടുക്കാം. ഒരു ഗ്രീൻ കളറിലെ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ 2 കളർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഫ്ലേവർ കൂടുതൽ എപ്പോഴും ഗ്രീൻ കളറിലെ ക്യാപ്സിക്കത്തിനാണ്. കുറച്ച് ബ്രൊക്കോളി എടുക്കുന്നുണ്ട്. അഞ്ചാറ് ബീൻസും നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു.
നമ്മുടെ ചിക്കൻ്റെ ഒരു വശം ഗ്രില്ലായിട്ടുണ്ട്. അത് മറിച്ചിടാം. ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഈ ചിക്കൻ ഗ്രില്ലായി കിട്ടാനായിട്ട്. ഒന്നും കൂടി ഞാൻ തിരിച്ചിടുന്നുണ്ട്. നമുക്കിത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചിക്കൻ ഗ്രില്ല് ചെയ്ത അതേ പാനിൽ തന്നെ വെജിറ്റബിളും നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിച്ച ആ ഓയിൽ തന്നെയാണ് ഈ വെജിറ്റബിൾ ഇടുന്നത്. ഒരു ഗാർലിക് ഇട്ടിട്ടുണ്ട്. ഒന്ന് പതുക്കെ സോട്ടാവുന്ന നേരത്ത് അതിലേക്ക് ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേവരുത് പച്ചക്കറിയൊന്നും, പതുക്കെ ഒന്ന് വാടിയാൽ മാത്രം മതി. അതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ബ്രൊക്കോളി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. വളരെ കുറച്ച് പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. ഒരുപാടിട്ട് വേവിക്കരുത് പച്ചക്കറികളൊന്നും. അതിൻ്റെ കളറെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. പതുക്കെ ഒരു 2-3 മിനിറ്റ് ഇട്ട് സോട്ട് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പച്ചക്കറിയുടെ കളറുകളൊന്നും മാറിയിട്ടില്ല. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. താങ്ക് യു.